ആര് വന്നാലും വേണ്ടില്ല, എന്ത് ചെയ്താലും വേണ്ടില്ല, അവൾക്ക് ഓർമ്മ കിട്ടരുത്. കബീർ ഖാനോട് കഴിയുമെങ്കിൽ ഇന്ന് തന്നെ കയറാൻ പറയണം. ശരി മാഡം. മോളെ, ഞാനിന്ന് മുറിയിലോട്ട് ചെല്ലട്ടെ. ചിലപ്പോ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും വീണ്ടും ഓർത്താലോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ ഉടനെ തന്നെ വിവരം അറിയിക്കണം. ശരി മോളെ. അയ്യോ മോളെ, ഈ പൂ പറിച്ചത് ആരും കണ്ടില്ലേ? ഇല്ല. കണ്ടാ എന്താ? ഇവിടുത്തെ തോട്ടത്തിൽ നിന്ന് പൂ പറിച്ചാലേ സ്വാമിമാര് വഴക്കു പറയും. അതിന് ഞാൻ പൂ പറിക്കുന്നത് അവരാരും കണ്ടില്ലല്ലോ. എല്ലായിടത്തും ക്യാമറ വെച്ചിട്ടുണ്ട്. അവർക്ക് ക്യാമറയിൽ എല്ലാം കാണാൻ പറ്റും. ആണോ? എന്നാ പിന്നെ പൂ പറിച്ചത് ഞാനല്ലെന്ന് പറഞ്ഞാ മതി. അമ്പടി കള്ളി, നീ ആള് കൊള്ളാലോ. പിടിച്ച്. ഇങ്ങനെ പോയാ ഇത് തീക്കളിയാവുന്ന തോന്നുന്നേ. അതുകൊണ്ട് ഇതൊന്നും വേണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. നീ കേട്ടില്ല. ഇനിയിപ്പോ എന്തു വന്നാലും എല്ലാവർക്കും കൂടെ അനുഭവിക്കാം. അല്ലാതെ എന്ത് ചെയ്യും? അമ്മ എന്തിനാ ഇങ്ങനെ നെഗറ്റീവായിട്ട് കാര്യങ്ങളെ കാണുന്നത്? സമൃദ്ധിയുടെ സ്ഥാനത്ത് അമ്മയായിരുന്നെങ്കിലോ? അമ്മയ്ക്കായിരുന്നു ഇതുപോലെ ഓർമ്മ നഷ്ടപ്പെട്ടതെങ്കിലോ? എടാ, ഇതൊക്കെ ഓരോരുത്തർക്ക് ദൈവം കൊടുത്തിട്ടുള്ള വിധിയാ. അവരൊക്കെ അത് അനുഭവിച്ചേ പറ്റൂ. അമ്മ ഏത് കാലത്തിലാണ് അമ്മയെ ജീവിക്കുന്നത്? എന്തൊക്കെ സംഭവിച്ചാലും സമൃദ്ധി എന്റെ കുഞ്ഞിന്റെ അമ്മയാ. നീ അങ്ങനെ പറഞ്ഞോണ്ടിരുന്നാ മതി. അമ്മയും മോളും ഒക്കെ അവൾക്ക് ഓർമ്മ വരുന്നത് വരെ കാണൂ. അത് കഴിഞ്ഞ് അവൾക്ക് ഗൗരിമോളെ ഓർമ്മയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും മോനെ? ഗൗരിയെ മാത്രമല്ല, എന്നെ നിന്നെ ഓർമ്മ കാണത്തില്ല. അവൾ അവളുടെ പാട്ടിന് പോകും. നീ നോക്കിക്കോ. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഒരു വഴിയേ ഉള്ളൂ. എന്തു വഴി? ഈ ചികിത്സയും കുന്തവും അല്ല, ഒന്ന് നിർത്തണം. എല്ലാം മതിയാക്കി ഇന്ന് തന്നെ തിരിച്ചു പോണം. ഇല്ലെങ്കിൽ നഷ്ടപ്പെടാൻ പോകുന്നത് നിന്റെ ജീവിതോ നിന്റെ കുടുംബവും. അമ്മ എന്ത് അനാവശ്യങ്ങളൊക്കെ അമ്മയെ വിളിച്ചു പറയുന്നത്? ഇങ്ങനെ രണ്ട് മുഖത്തോടെ പെരുമാറാൻ അമ്മയ്ക്ക് എങ്ങനെ കഴിയുന്നമ്മേ? സമൃദ്ധിയെ കാണുമ്പോ പുഞ്ചിരിക്കും, എന്നിട്ട് എന്നോട് അവൾക്ക് ട്രീറ്റ്മെന്റ് വേണ്ടാന്ന് പറയും. അമ്മ ശരിക്കും ഇങ്ങോട്ട് വന്നത് സമൃദ്ധിയുടെ ട്രീറ്റ്മെന്റ് മുടക്കാനാണോന്നാ ഇപ്പൊ എന്റെ സംശയം. ഒരു കാര്യം ഞാൻ അമ്മയോട് പറയാം. സമൃദ്ധിക്ക് പഴയ കാര്യങ്ങൾ എന്തൊക്കെ ഓർമ്മ വന്നാലും ഗൗരിമോളെ വിട്ട് പിരിഞ്ഞു പോകാൻ അവൾക്കൊരിക്കലും കഴിയില്ല. അത് എന്റെ മനസ്സിൽ ഉറച്ച വിശ്വാസമാണ്. കാരണം ഗൗരിമോൾ അവളുടെ ജീവന്റെ ഭാഗമാണ്. ആ ജീവനെ ഉപേക്ഷിക്കാൻ അവൾക്കൊരിക്കലും കഴിയില്ല. പിന്നെ സമൃദ്ധിയുടെ ചികിത്സ മുടക്കാൻ വേണ്ടി അമ്മയോട് നിൽക്കണമെന്നില്ല. തിരിച്ചു പോകാൻ അമ്മയ്ക്ക് ടാക്സി വിളിച്ചു തരട്ടെ?